പണ്ട് മാർത്താണ്ഡവർമ്മ തമ്പുരാൻ അറിയാമല്ലോ കഥ. പുള്ളി വന്നിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയാന്ന് തോന്നുന്നു. പുള്ളി ഒരു വാളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, തുരുമ്പിച്ചതാണേലും അവിടെ ഒരു വാളിരിപ്പുണ്ട് അറയ്ക്കകത്ത്. അതിന് വിളക്ക് പ്രാർത്ഥിക്കും നമ്മൾ. പിന്നെ നെല്ലിടാനായിട്ടൊരു ഭാഗം, പിന്നെ ഈശ്വരന്മാരിരിക്കുന്ന ഒരു ഭാഗം. അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് തന്നെ. പിന്നെ അപ്പുറത്തോട്ട് മാറി വേറെ ഭഗവാന്മാരും. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 250 വർഷമായി കാണുമായിരിക്കുന്നു. തടിയാണ് മുഴുവനും ഞങ്ങളുടെ പെര. പഴയ പെരയാണ്. ഞങ്ങളുടെ വീട് 8 കെട്ടായിരുന്നു. അത് മാറ്റി പണ്ട് തേങ്ങാപ്പെരയായിരുന്നു. തേങ്ങ ഇടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പെരയാണ്. അതിൻ്റെ അകത്ത് എൻ്റെ അപ്പൂപ്പൻ്റെ നാടെന്ന് പറയുന്നത് ഉല്ലലയാണ്. ഉല്ലലയിൽ നിന്ന് അപ്പൂപ്പനെ, അവർ 3 ആൺമക്കളോ മറ്റെയാണ്. അപ്പൂപ്പനെ ഇങ്ങോട്ടേക്ക് താമസത്തിന് വിട്ടതാണ്. അപ്പൂപ്പൻ 9 ആൺമക്കളാണ്, പെൺപിള്ളേരേ ഇല്ല. അമ്മമ്മ ഹരിപ്പാടുകാരിയാണ്, അച്ചമ്മ. അപ്പോൾ അവരിവിടെ താമസിക്കുമായിരുന്നു. പിന്നെ തേങ്ങയും കൃഷിയും, അവരെല്ലാം കൃഷി കുടുംബമാണ്. 100 ഏക്കറോ മറ്റേ കൃഷിയുണ്ടായിരുന്നു. തേങ്ങ കൊണ്ടിടാൻ വേണ്ടി ഉണ്ടാക്കിയ വീടെന്ന് പറയും. പിന്നെ അമ്പലമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിലവറയുണ്ട്, താഴോട്ടൊരു മുറിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമല്ല കേട്ടോ, പേടി എല്ലാവർക്കും. പണ്ടൊക്കെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. വലിയൊരു ഹോളാണ് അത്. അറ അതിൻ്റെ മുകളിൽ. എൻ്റെ അച്ഛൻ തമ്പിപ്പിള്ള. അച്ഛൻ ഹിന്ദി വിദ്വാനായിരുന്നു. ഹിന്ദി പഠിക്കാനൊക്കെ പോയി അച്ഛൻ. അങ്ങനെ പോയി അച്ഛനൊരു സന്യാസിയാവണമെന്ന് തോന്നി. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സന്യാസിയാവണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ അച്ഛനെ ഭയങ്കര സ്നേഹം അച്ഛനോട്. അച്ഛൻ പാവമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനോടായിരുന്നിരിക്കാം. പറയുന്ന കേട്ടിട്ട് അങ്ങനെ തോന്നി. അച്ഛൻ സന്യാസി ആവാതിരിക്കാൻ വേണ്ടി അച്ഛമ്മ വീട്ടിലൊരു പൂജ നടത്തി. കുറേ പൂജ നടത്തി. 2-3 ദിവസത്തെ പൂജയാണ്. പൂജ പകുതിയായപ്പോഴത്തേക്കും തോട്ടുമൊക്കെ നമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവിടുന്ന് സന്യാസി മഠത്തിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന്. അച്ഛമ്മ അപ്പോഴത്തേക്കും ഇവിടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചു. വേഗം അമ്മയെ കല്യാണം ആലോചിച്ച് കെട്ടിക്കുമായിരുന്നു. അമ്മയുടെ പേര് മൃണാളിനി അമ്മ. അമ്മയുടെ മൃണാളിനി അമ്മ വെച്ചാണ് ഞാനൊരു ബിസിനസ് തുടങ്ങിയത്. ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ മോളാണ് സജസ്റ്റ് ചെയ്തത്. എൻ്റെ അച്ഛനും അമ്മയെ വിളിച്ചുകൊണ്ടിരുന്ന മൃണാളാന്നേ വിളിക്കുള്ളായിരുന്നു. അച്ഛന് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 7 മക്കളായിരുന്നു. ആദ്യം ഉണ്ടായ കുട്ടി മരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 6 പേരുള്ളത്. 3-മത്തെയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 3-മത്തെയാണ് ആങ്ങള, അല്ലെങ്കിൽ ഇപ്പം 2-മത്തെ. അത് ചെറുതിലേ മരിച്ചു പോയതാണ്. മഞ്ഞപ്പിത്തം വന്നതാണെന്ന് തോന്നുന്നു. അന്ന് മഞ്ഞപ്പിത്തത്തിന് ചികിത്സയില്ലല്ലോ. അങ്ങനെ അത് അമ്മയ്ക്ക് വലിയൊരു ദുഃഖമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക്. അച്ഛൻ അമ്മയെ എന്നും മൃണാളാന്നേ വിളിക്കുള്ളൂ. നമുക്ക് പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പശു കറവക്കാരനുണ്ടെങ്കിലും ഇങ്ങനെ പശുവിനെ കുളിപ്പിക്കുന്നതും അഴിച്ചു കിട്ടുന്നതും ഒക്കെ അച്ഛനായിരുന്നു. അമ്മയ്ക്ക് അങ്ങനത്തെ ജോലിയൊന്നുമില്ല. ജോലിക്കാരുണ്ട്, എന്നാലും അച്ഛന് ചില നിഷ്ഠകളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പറമ്പിൽ കൂടെയൊക്കെ നടന്ന് ചെയ്യുന്നത്. നമുക്ക് കൃഷി ഉണ്ടായിരുന്നു. കൃഷി വൈക്കോലൊക്കെ വരും. ഇത് വള്ളത്തിൽ കൊണ്ടുവരും, പണിക്കാർ കൊണ്ടുവരുന്നതാണ്. എൻ്റെ ചെറിയ കാലമാണ് കേട്ടോ അതൊക്കെ. തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അത്ര ഓർമ്മ വെച്ച് പറയുന്നതേ ഉള്ളൂ. അതൊക്കെ അച്ഛന് പണിക്കാരുണ്ട്, അവർ പശുക്കളെ നോക്കിക്കോളും. ജേഴ്സി പശുവൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പാലാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെറുതിലെ പാല് മാത്രം കുടിക്കുന്ന വ്യക്തികളായിരുന്നു. എനിക്ക് പാല് കുടിക്കാൻ അത്ര ഇഷ്ടമല്ല, അനിയത്തിക്കും. എന്നാലും അമ്മ എന്തെങ്കിലുമൊക്കെ അന്ന് പൊക്കം വയ്ക്കുന്ന സാധനമാണ് കോംപ്ലാൻ മേടിച്ച് എനിക്കും അനിയത്തിക്കും ഇതിൻ്റെ ചുവ മാറാൻ വേണ്ടിയിട്ട് കലക്കിത്തരും. കോംപ്ലാനെ കുടിച്ചോളാം. പക്ഷേ തിക്ക് പാലിൻ്റെ അകത്തോട്ട് വെള്ളം ചേർക്കാത്ത പാലിൻ്റെ അകത്താണ് കലക്കി തരുന്നതെന്നുള്ളവർ ഞങ്ങൾക്കറിയാം. അന്നങ്ങനെ കൂട്ടായ്മയൊന്നുമില്ല. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 6 പേരുണ്ട്, തെക്കയിൽ 6 പേരുണ്ട്, കിഴക്കയിൽ 6 പേരുണ്ട്. തെക്കയിൽ 5 പേര്. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടുകൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് പോകും. ഞങ്ങൾ ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഊഞ്ഞാലാണ് കെട്ടുക. അങ്ങനെ ചെറിയ ഊഞ്ഞാലൊന്നും അല്ല. അന്ന് അതേലൊക്കെ നിന്നും ഇരുന്നും ഒക്കെ. അത് ഇവന്മാർ ആൺപിള്ളേരല്ലേ, അതിൻ്റെ താഴെ ഒരു കെട്ടും കൂടെ കെട്ടും.
അതേ പിടിച്ച് വലിച്ചാൽ ഞങ്ങൾ ഒരു തവണ വടം കെട്ടിയിട്ട് അതേൽ ഊഞ്ഞാൽ കെട്ടുമ്പോൾ ഭയങ്കര പേടി, അതിങ്ങനെ തുള്ളും അല്ലാതെ. ഒരിക്കൽ കുളത്തിലോട്ട് 2 തെങ്ങയെ കെട്ടി കുളത്തിലോട്ട് കെട്ടി, വലിയച്ഛൻ്റെ വീട്ടിൽ വലിയ കുളമുണ്ട്, അതിലോട്ട് കെട്ടി. ഭയങ്കര പേടിയായിരുന്നു, ചാടിയാൽ വെള്ളത്തിലോട്ട് വീഴും. അങ്ങനെ അതിലൊക്കെ ഞങ്ങൾ കയറി ആടിയിട്ടുണ്ട്. 1-2 തവണ ആടി കഴിയുമ്പോഴത്തേക്ക് ഇവന്മാരവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറത്തില്ല, പേടിയായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഊഞ്ഞാൽ കെട്ടല, ഞങ്ങളുടെ പുളിയലൊക്കെ കൊണ്ട് കെട്ടും. ഇതിലൊക്കെ വല്യമ്മയൊക്കെ വന്നിരുന്നാടും. എല്ലാവരും ഊഞ്ഞാലയിലാടും. ഞങ്ങൾക്ക് അതൊരു ചടങ്ങായിരുന്നു, ഓണത്തിന് ഊഞ്ഞാലാടണം എന്നുള്ളത് ചടങ്ങായിരുന്നു. അമ്മൂട്ടിലായിരുന്നു ഊഞ്ഞാൽ. ഞങ്ങളുടെ അമ്മുമ്മ വീട്, അപ്പോൾ എല്ലാവരും അമ്മുമ്മ വീടിനെ പറയുന്ന അമ്മൂടെന്നായി. അമ്മുമ്മ വീട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അമ്മൂടാക്കി. ഞങ്ങൾ പിള്ളേരായപ്പം അമ്മൂടെന്നുള്ള പേരായി. ഇപ്പോഴും പറയുന്ന അമ്മൂടെന്ന് തന്നെയാണ്. അമ്മൂട്ടിലൊരു പുളി നിൽപ്പുണ്ട്, അതിലാണ് ലാസ്റ്റ് ആയപ്പം ഊഞ്ഞാൽ കിട്ടിയത്. പിന്നെ ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് ശേഷം വല്ലപ്പോഴും ഓണത്തിന് പോക്കില്ലല്ലോ, ഓണം കഴിഞ്ഞ് ഒക്കെയുള്ള പോക്കേ ഉള്ളൂ. നമ്മൾ കൊതിക്ക് ഭക്ഷണം കഴിക്കുക, കൊതിച്ച് ഡ്രസ്സ് മേടിക്കുക എന്നൊക്കെ പറയുമല്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ലൈഫായിരുന്നു ഞങ്ങളുടെയൊക്കെ. ഭയങ്കര ആഗ്രഹം, ഇന്നതിനോട് വലിയ ആഗ്രഹം എന്നൊക്കെ ഉള്ളതായിരുന്നു. ഒരു ചക്ക പുഴുക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ചക്കപ്പുഴുക്ക് ഒറ്റയടിക്ക് ഒരു ചക്ക മുഴുവനും വേവിച്ചു. ഇപ്പോഴാണ് ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കത്തില്ലേ, അന്നതില്ല. ചക്കപ്പുഴുക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ മിക്കവാറും ഉണ്ടാക്കുന്ന ഞാനും അനിയത്തിയും. പറഞ്ഞ പോലെ വലിയച്ഛൻ്റെ ഇളയ മോൻ അവിടുന്ന് ഞങ്ങളുണ്ടാക്കിയാലേ ഇഷ്ടം വരുള്ളൂ. ഇവിടെ വന്ന് 8 മുറിച്ച് വെച്ചേച്ചും പോവും. എന്നിട്ട് കാന്താരിയൊക്കെ പറിച്ച്, പറമ്പിലൊക്കെ ഉണ്ട് കാന്താരി, അതൊക്കെ വെച്ച് ഉണ്ടാക്കും. ഞങ്ങൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കസിൻസ് എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും വരും. കപ്പ അമ്മ വീട്ടിൽ നിന്ന് കപ്പ കൊണ്ടുവന്നാൽ നല്ല രസ്യം കപ്പയാണ്. ചേച്ചി നന്നായിട്ടുണ്ടാക്കും. അപ്പോഴും കപ്പ പുഴുങ്ങി ഞങ്ങൾ വലിയ നീള ഇറയമുണ്ട്, ആ ഇറയത്തോട്ട് പാത്രത്തോടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മുൻവശത്ത് വട്ട നിൽപ്പുണ്ട്, വാഴയിലയുടെ ഇത് ഒക്കെ എടുത്തുകൊണ്ട് വന്ന്, പ്ലേറ്റൊന്നും വേണ്ട ആർക്കും, ഉള്ളിയും മുളകും കൂടി ഇടിച്ച് വെച്ചാൽ മതി. ഒരു ഭയങ്കര നല്ല കാലഘട്ടമായിരുന്നു. ഞങ്ങൾ നല്ല വിഷമില്ലാത്ത പച്ചക്കറികളും, പറമ്പിലൊക്കെ ചീര നടുക, വാഴ നടുക. ആരെങ്കിലും വരുമ്പോൾ കറി വയ്ക്കാനില്ല, ഓടി കടയിലൊന്നും പോകണ്ട, 2 കായ പറിച്ചു, തേങ്ങ ഉണ്ടാവും, നമുക്ക് തോരൻ വയ്ക്കുമോ എന്തെങ്കിലുമൊക്കെ കാണും. എൻ്റെ ആങ്ങള പറയും, ഞാനും അനിയത്തിയും ചെവി അറിയുമല്ല, കോഴിയിട്ട് മുട്ട കാണും, വേണേൽ 2 മുട്ട പുഴുങ്ങിയോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കിയോ പൊരിച്ചെടുക്കുകയോ എന്തെങ്കിലും ചെയ്യും ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആര് വന്നാലും നമുക്കങ്ങനെ വെളിയിൽ നിന്നൊരു സാധനം മേടിക്കുകയൊന്നും വേണ്ട. പിന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ മുട്ട പുഴുങ്ങിക്കൊണ്ടിരുന്നത് എൻ്റെ ഓർമ്മയിൽ, നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇട്ടല്ലേ പുഴുങ്ങുന്നത്. പണ്ട് വലിയ കാലത്തിൽ ചോറ് വയ്ക്കും അമ്മ, അത് മുട്ടയെല്ലാം തേച്ച് കഴുകിയിട്ട് ഈ കഞ്ഞിക്കകത്ത് കൊണ്ടിടും. കഞ്ഞി വേകുന്നൊപ്പം കഞ്ഞി വെന്ത് കഴിയുമ്പോഴത്തേക്ക് മുട്ടയെല്ലാം പെറുക്കി ഒരു വെള്ളത്തിലോട്ടിട്ട് വയ്ക്കും. അത് പുഴുങ്ങിയ മുട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. അങ്ങനെയാണ് മുട്ട പുഴുങ്ങിയത് തിന്നുന്നത്. അത് പൊട്ടിപ്പോകത്തുമില്ല. ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അത് പൊട്ടുന്നില്ലേ, അങ്ങനെയൊന്നും ഉണ്ടായി എനിക്ക് ഓർമ്മയില്ല. പിന്നെ വിഷുവും ഒരു നല്ല സമയമാണ്. നമുക്ക് എവിടുന്നേലും പറമ്പിലൊക്കെ പൂ കാണും, പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വെക്കും. വിഷുവിന് കണിക്കൊന്ന എവിടുന്നോ പറിച്ചുകൊണ്ട് വരും എന്ന് തോന്നുന്നു. ശശപ്പന അത് കൊണ്ട് തരുന്നത്. പിന്നെ എല്ലാവരും പൈസ തരും. തെക്കയിലെ വല്യച്ഛനാണ് പൈസ. എൻ്റെ ഓർമ്മയിൽ വല്യച്ഛൻ ആദ്യം 10 പൈസ, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞു കൂട്ടി 20ൻ്റെ കോയിൻ ഇറങ്ങി, അപ്പോൾ 20 പൈസ തരാൻ തുടങ്ങി. പിന്നെ 25 പൈസയുടെ കോയിൻ തന്നു. പിന്നെ കപ്പലണ്ടിക്ക് വില കൂടുന്നതനുസരിച്ച് ഞാനും അനിയത്തിയും പറയും 1 രൂപ കൊടുക്കണം കപ്പലണ്ടിക്ക്. അങ്ങനെ അവസാനം 1 രൂപ വരെ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ 50 പൈസയും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു കപ്പലണ്ടിക്ക് വില കൂടിയെന്ന് പറഞ്ഞ് 1 രൂപയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി മരിച്ചുപോയി. പിന്നെ ഞങ്ങളുടെ വീട്ടിലങ്ങനെ പടക്കം പൊട്ടിക്കാറില്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കും. അവരുടെ മക്കളൊക്കെ വരും. ഞങ്ങളുടെ വീട്ടിൽ പെൺപിള്ളേരെ കെട്ടിച്ച് വിട്ടതാണ്. അപ്പോൾ അവരവിടെ വിഷു ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസമേ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പടക്കം പൊട്ടൽ തലേ ദിവസമാണല്ലോ വിഷു ആഘോഷം. ശശപ്പന് ഞാനും ജയ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടുന്ന് ഏറുപടക്കം എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് പൊട്ടിക്കും. അങ്ങനെ ഞങ്ങളുടെ മുറ്റത്തും പടക്കം പൊട്ടിയതുണ്ട്. ഞങ്ങളാരും പൊട്ടിക്കുകയോ കമ്പിത്തിരിയൊക്കെ കൊണ്ടുവരും, പക്ഷേ ഞങ്ങൾ കത്തിക്കാറില്ല. ശശപ്പൻ കത്തിച്ചോ എന്ന് പറയും. ഞാനും ജെപ്പിയല്ലേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഘോഷം ഉണ്ടാകുമായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ.
എന്നാലും നമുക്ക് ശശപ്പനോട് അങ്ങനത്തെ ഇതൊന്നുമില്ല. ശശപ്പൻ അത് ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് അതൊക്കെയാണ്. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ലൈഫിൽ. ഇന്ന് വരെ വലിയ കുഴപ്പമില്ലാതെ പോണു. കല്യാണം കഴിച്ച് ശ്യാമാണ്, പുള്ളിക്കാരൻ അഡ്വക്കേറ്റാണ്. എനിക്കൊരു മോളുണ്ട്, ആർക്കിടെക്റ്റാണ്. അച്ഛനും മോളും നല്ല ലൈഫ് സന്തോഷമായിട്ട് പോകുന്നു.